എല്ലാവർക്കും നമസ്കാരം. ശ്രീമാസിലേക്ക് സ്വാഗതം. ഈ ഓഗസ്റ്റ് 1-ാം തീയതി നടക്കുന്ന 10th പ്രിലിംസിന്റെ എക്സാം, അതായത് 10th പ്രിലിംസിന്റെ എക്സാമിലാണ് കമ്പനി ബോർഡ് LGS, യുക്കോ LGS ഈ എക്സാമുകളൊക്കെ വരുന്നത്. നമുക്ക് ഒരു 30 days ചലഞ്ച് ശ്രീമാസിൽ എടുക്കുന്നുണ്ട്. ഒരു 30 days ചലഞ്ച്, അതായത് 5 ദിവസത്തേത് എടുത്തു കഴിഞ്ഞു. Day 1 മുതൽ Day 5 വരെ എടുത്തു കഴിഞ്ഞു. നമുക്ക് 30 days ചലഞ്ച് 6-ാം ദിവസമാണ്. അപ്പോൾ കുറച്ച് 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള, സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള കുറേ ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ധാരാളം ഇതുപോലെയുള്ള വീഡിയോകൾ ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ടെസ്റ്റിന് മുൻനിരയിലെത്താൻ കഴിയും. മാത്തമാറ്റിക്സിന് കുറച്ച് ഫാസ്റ്റസ്റ്റ് മെത്തേഡ്സ്, ട്രിക്കുകളൊക്കെ ഉണ്ട്, ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഈ 30 days ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്തമാറ്റിക്സിന് 20 ചോദ്യങ്ങളാണ് വരുന്നത് 10th പ്രിലിംസിന്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ്, ഏരിയ. അതായത് സമചതുരത്തിന്റെ ആകൃതിയിലാണ് ആ സ്ഥലം. സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ വശം സ്ക്വയർ ആണ്. എല്ലാ വശവും തുല്യമായിരിക്കും. സമചതുരം 4 വശം. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാല് വശം സ്ക്വയർ ആണ്. വശം. ഇപ്പൊ ഒരു വശം കാണാൻ ഈ തന്നിരിക്കുന്നതിന്റെ പരപ്പളവും വിസ്തീർണവും ഒന്നാണ്. ഒരു വശം കാണാൻ, ഒരു വശത്തിന്റെ നീളം ചോദിച്ചേക്കുന്ന പരപ്പളവിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. പരപ്പളവ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ ആണ്, വശത്തിന്റെ സ്ക്വയർ ആണ്. അങ്ങനെ ഒരു വശം കാണാൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 96ന്റെ സ്ക്വയർ ആണ് 9216. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇപ്പോൾ ഒരു വശത്തിന്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി? പരപ്പളവ് തന്നാല് ഒരു വശത്തിന്റെ നീളം കാണാൻ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. കാരണം ഇപ്പൊ വശമായിട്ടുള്ള ഒരു സമചതുരമാണെങ്കിൽ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, പരപ്പളവും വിസ്തീർണം. അപ്പൊ അത് സ്ക്വയർ, വശമാണ് 4 വശവും തുല്യമായിരിക്കും. അപ്പോൾ വശം കാണാൻ സ്ക്വയർ റൂട്ട് ഓഫ് 9216, 96. ഓപ്ഷൻ സി ആണ് ഉത്തരം. 20.14 ഒരു ദശാംശ സംഖ്യയാണ് തന്നിരിക്കുന്നത്. ഈ ദശാംശ സംഖ്യയിൽ നമ്മൾ ഈ സ്ഥാനവില അതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പല ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഒരിക്കൽ കൂടി പറയാം. 20.94 എന്ന ദശാംശ സംഖ്യയിൽ എത്ര നൂറിലൊന്നുകളുണ്ട്? അതായത് ദശാംശം കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാല് സ്ഥാനം 9ന്റെ ദശാംശം കഴിഞ്ഞ് 20 ആണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ പൂർണ്ണസംഖ്യ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ 0.210. ഇവിടെ പോയിന്റ് കഴിഞ്ഞുള്ളതാ ചോദിച്ചേക്കുന്നത്, 100ൽ ചോദിച്ചേക്കുന്നത്. പോയിന്റ് കഴിഞ്ഞ് ഒന്നാമത്തെ സംഖ്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 10ൽ1. അതായത് 9ന്റെ സ്ഥാനം, പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യയുടെ 9ന്റെ സ്ഥാനം എന്ന് പറഞ്ഞാല് 10ൽ1. രണ്ടാമത്തെ സംഖ്യ അതായത് 4, 9 കഴിഞ്ഞ് പിന്നെ രണ്ടാം പോയിന്റ് കഴിഞ്ഞ് ദശാംശം കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യയുടെ സ്ഥാനം, അതായത് 4ന്റെ സ്ഥാനം എന്ന് പറയാൻ 100ൽ1. അപ്പൊ എത്ര 100ൽ1 4 100ൽ1. 9 10ൽ1, 4 100ൽ1. പിന്നെ ഇങ്ങോട്ടൊരു സംഖ്യ ഉണ്ടെങ്കിൽ അത് 1000ൽ1. അപ്പോൾ ദശാംശം കഴിഞ്ഞ് ഒന്നാമത്തെ സംഖ്യ ആണെങ്കിൽ 10ൽ1, ദശാംശം കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ആണെങ്കിൽ അതിന്റെ സ്ഥാനം 100ൽ1. അപ്പൊ എത്ര 4ന്റെ സ്ഥാനം ഇവിടെ എത്ര? 100ൽ1. എത്ര 100ൽ1 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദശാംശം കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനം 10ൽ1, ദശാംശം കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യയുടെ സ്ഥാനം 100ൽ1, ദശാംശം കഴിഞ്ഞപ്പോൾ മൂന്നാമത് ഇവിടെ ഒരു സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ സ്ഥാനം 1000ൽ1. ഇവിടെ 4ന്റെ സ്ഥാനം എത്ര? 4 എത്ര? 100ൽ1. 100ൽ1ന്റെ എത്ര 100ൽ1 ഉണ്ടാകും? 4 100ൽ1. ഇവിടെ 9 10ൽ1, ഇവിടെ 4 100ൽ1. എങ്ങനെ? ദശാംശം കഴിഞ്ഞ് ആദ്യത്തേതാണെങ്കിൽ 10ൽ1, രണ്ടാമത്തെ സംഖ്യയുടെ സ്ഥാനം 100ൽ1, മൂന്നാമത്തെ സംഖ്യയുടെ സ്ഥാനം 1000ൽ1. അങ്ങനെ മനസ്സിലാക്കിയാണ്. ഒരാള് 2.5 കിലോമീറ്റർ നടക്കാന് 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ, അതായത് 2.5 കിലോമീറ്റർ 1 മണിക്കൂർ, 1 അവർ.
നമുക്ക് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റിലാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പൊ 60 മിനിറ്റ് 2.5 കിലോമീറ്റർ 60 മിനിറ്റ്. 2.5 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മാറ്റണം. മിശ്ര ഭിന്നത്തെ വിഷമഭിന്നം ആക്കണം. 2.5 എങ്ങനെ മാറ്റും? ഇത് ഇങ്ങനെ ക്രോസ് നടക്കുക. 2 × 2 + 1 മുകളിലുള്ള 1/2, അതായത് 4 + 1/2 5/2. 5/2 കിലോമീറ്റർ നടക്കാൻ 60 മിനിറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ നടക്കാൻ ഇപ്പൊ 10 പേനയുടെ വില തന്നിട്ട് 1 പേനയുടെ വില കാണാൻ ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഇത് 5/2 കിലോമീറ്റർ നടക്കാൻ 60 മിനിറ്റ്. അങ്ങനെ 1 കിലോമീറ്റർ നടക്കാൻ അറിയാൻ 60നെ 5/2 കൊണ്ട് ഹരിച്ചാൽ മതി. 5/2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാല് 2.5 കൊണ്ട് ഹരിക്കുക. 2.5, അതായത് അത് തിരിച്ചിട്ട് ഗുണിക്കാൻ മതി. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കാൻ വന്നാൽ ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ എഴുതാൻ. മറ്റേ തിരിച്ചിട്ട് ഗുണിക്കുക. 2/5 12 24 മിനിറ്റ് വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 2.5 കിലോമീറ്റർ നടക്കാൻ 1 മണിക്കൂർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് അല്ലേ അത് ചോദിച്ചേക്കുന്നത്? എത്ര മിനിറ്റ് എടുക്കുമല്ല ചോദിച്ചേക്കുന്നത്. അപ്പൊ 2.5 കിലോമീറ്ററിന് 1 മണിക്കൂർ 60 മിനിറ്റ്. അപ്പൊ 1 കിലോമീറ്ററിനാണ് 60 ഡിവൈഡഡ് ബൈ 2.5. 2.5 എന്ന് പറഞ്ഞാൽ അത് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കണം. 2 × 2 ഇത് ക്രോസിന് എടുക്കുക. 2 × 2 + 1 ഹോൾ ബൈ 2, അതായത് 4 + 1/2 5/2 വരും. 5/2 കിലോമീറ്ററിന് 60 മിനിറ്റ്. അങ്ങനെ 1 കിലോമീറ്ററിനാണ് കൂടക്കുള്ള ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ 1 കിലോമീറ്ററാണ് 60/5/2, അതായത് 60 ഗുണം തിരിച്ചിട്ട് ഗുണിക്കുക 2/5. നമുക്ക് 24 മിനിറ്റ് എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന സംഖ്യയാണ്. അതായത് നമുക്ക് ഇതിനെ ലസാഗു കാണണം, LCM കാണണം. ഈ സംഖ്യകളുടെ അല്ല, LCM കാണുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടും. 2 × 2 × 3 × 5 × 2 × 3 × 1 × 1, അതായത് 360 കിട്ടും. അപ്പൊ ശിഷ്ട 5 വരുന്ന ചോദിച്ചത്. LCM കണ്ടിട്ട് അതിന്റെ കൂടെ 5ഉം കൂടെ കൂട്ടിയാൽ മതി. അതായത് 360ന്റെ കൂടെ 5 കൂടെ കൂട്ടുമ്പോൾ 365. ഇത് LCM ആകുമ്പോൾ ഇത് ഹരിക്കാൻ പറ്റും. ശിഷ്ട 5 വരണമെങ്കിൽ ഒരു 5 കൂടെ കൂട്ടിയാണ് 365. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ തന്ന സംഖ്യകളുടെ LCM കാണുക, ലസാഗു കാണുക. ലസാഗു 360 കിട്ടി. 360ന്റെ കൂടെ ഒരു 5, 360ന് ശേഷം ഹരിക്കാൻ പറ്റും. ശിഷ്ട 5 കിട്ടണമെങ്കിൽ ഒരു 5 കൂടെ കൂട്ടിയാണ് 365. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഈ ചോദ്യം നോക്കാം. ഈ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. 17 + 2 എത്ര? 19. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്? ഒരു 2 × ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇവിടെ ഒരു 39 ഉണ്ട്. ഈ ബ്രാക്കറ്റ് അതിൻ്റെ വെളിയിൽ 29 + 2, പിന്നെ ആ ബ്രാക്കറ്റ് 2. ഇനി ഈ ബ്രാക്കറ്റിലുള്ള ഒന്ന് ചെയ്യണം. ഇവിടെ 39, ഈ ബ്രാക്കറ്റ് രണ്ടും കൂടെ ഒന്ന് ചെയ്യണം. അപ്പൊ എത്ര വരും? 38. 19 × 2 38. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്? ഒരു -39 ആണ് ആ ബ്രാക്കറ്റ്. പിന്നെ ഇതിന്റെ മുമ്പിൽ വെളിയിൽ ഒരു 29, പിന്നെ +2, അത്രയും ബ്രാക്കറ്റ്, പിന്നെ 2. നമുക്ക് സമം 2 × ഇനി ഇതൊന്ന് ചെയ്യണം. 39 - 38 എത്ര? 1. അതായത് 29 × 1. പിന്നെ ഇവിടെ ഇടത്തോട്ട് എന്തോ ഉണ്ടായിരുന്നു? ഒരു +2 ഉണ്ടായിരുന്നു. ഇത്രയും വന്നു. സമം 2 × 2 + 29 × 1. ഇനി ഒന്നിച്ച് ചെയ്യണം ഗുണിക്കുന്നത്. ബ്രാക്കറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗുണിക്കുന്നത് ബോട്ട്മാസ് നിയമമാണ് വരുന്നത്. ബോട്ട്മാസ് നിയമം. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ആദ്യം ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് ചെയ്യുക. ആ ക്രമത്തിൽ വേണം ചെയ്യാൻ, അതിന്റെ തെറ്റിപ്പോ. പിന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ആ ക്രമത്തിൽ വേണം ചെയ്യാൻ. ഇവിടെ നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റ് ചെയ്തു. 17 × 2 9, 19 × 2. പിന്നെ ഇവിടെ ഒരു 39 ഉണ്ട്. ആ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ വെളിയിൽ എന്തുകൊണ്ട്? ഒരു 29. ഈ 39 - 2 ഇതൊന്ന് ചെയ്തു 19. ഇനി ഇവിടെ ഒരു 39 ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ട്? ബ്രാക്കറ്റിന് വെളിയിൽ ഒരു 29 ഉണ്ട്, +2. ഇത് പിന്നെ ഉള്ളത് അങ്ങനെ തന്നെ എഴുതി. പിന്നെ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. 2 × 19 എത്ര കിട്ടും? 38 കിട്ടും. പിന്നെ ഇവിടെ ഒരു 39. 39 - 38 എന്നുള്ളത് 1 ആയി പോകും. ഇനി ഇവിടെ വെളിയിൽ ഒരു 29 ഉണ്ട്, ഇവിടെ ഒരു +2 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 × പിന്നെ ഇനിയും ബ്രാക്കറ്റിലുള്ള ഒന്ന് ചെയ്യണം. 39 ആദ്യം ചെയ്യണം. 39 - 38 എന്ന് പറഞ്ഞാൽ 1. 29 × 1 എന്ന് പറഞ്ഞാൽ 29. 2 + 29 എന്ന് പറഞ്ഞാൽ 2 + 29, അതായത്
2 ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളത് പിന്നെ ചെയ്യണം, ഒന്ന് ചെയ്യണം. 29 2 എത്ര? 31. 31 ഇൻറ്റു 2 എത്ര വരും? 62 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. 17 + 2 19. ഇനി അപ്പോൾ അത് ചെയ്യുക. 2 ഇൻറ്റു 19. പിന്നെ ഇവിടെ ഒരു 30 - 39 ഉണ്ട്. പിന്നെ ബാക്കി അതുപോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇനിയുള്ള ബ്രാക്കറ്റ് ചെയ്യണം. 2 ഇൻറ്റു ഈ ബ്രാക്കറ്റിനുള്ളത് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിനുള്ളിൽ ബ്രാക്കറ്റ് 2 ഇൻറ്റു 19 38. ഇവിടെ ഒരു 39. 39 - 38 എന്താകും? 1. പിന്നെ അതുപോലെ 2 ഇൻറ്റു 2 + 29 ഇൻറ്റു ഇത് എന്തുമായി പോകും? 1 ആയി പോകും. 39 - 38. 2 ഇൻറ്റു 2 + 29 ഇൻറ്റു 1 എന്ന് പറയാം 29. പിന്നെ ഇൻറ്റു ചെയ്യണം ഒന്നിച്ച്. 29 ഇൻറ്റു 1 എത്ര? 29. 2 + 29. പിന്നെ ബ്രാക്കറ്റിലുള്ളത് വേണം ആദ്യം ചെയ്യാൻ. ക്രമം വോട്ട് മാസ് ചെയ്യണം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. 2 ഇൻറ്റു 29 രണ്ടോടെ കൂട്ടിയാൽ 31. 2 ഇൻറ്റു 31 62 കിട്ടും. ഓപ്ഷൻ എ ആണ്. 1 + 1/1 - അര. അരയും കൂടെ കൂട്ടുമ്പോഴാ 1. അപ്പൊ 1 + 1/1 അര പോയാൽ അരയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ എഴുതാം. 1 + 1/1/2. ഒന്നിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കാൻ വന്നാൽ ആ സംഖ്യ തിരിച്ചിട്ട് ഗുണിക്കണം. ഇവിടെ ഉണ്ടായിരുന്ന 1 അങ്ങനെ തന്നെ എഴുതും. 1/2 അങ്ങ് തിരിച്ചിടണം. 2/1, അതായത് 1 + 1 ഇൻറ്റു 2/1 എന്ന് പറയാം 2. ഇനി നമ്മൾ വോട്ട് മാസ് ചെയ്യാൻ ചെയ്യണം. ഗുണിക്കുന്ന ഒന്ന് ചെയ്യണം. 1 + 1 ഇൻറ്റു 2 1 + 2 = 3. ഓപ്ഷൻ ബി ആണ്. ഇവിടെ 1 + 1/1 - ½ എന്ന് പറഞ്ഞാൽ 1 + 1/1 ഒന്നിൽ നിന്ന് അര പോയാൽ അരയാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി. അരയാണ് ഇതൊന്നും. 1/1 + 1/1 - ½ വരെ അര എഴുതി. 1 + 1 ഇത് ഒരു അര എന്ന് പറയുന്നത് 1/2. ഒരു ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ ആ ഫ്രാക്ഷൻ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അത് തിരിച്ചിട്ട് ഗുണിക്കുക. 1 + 1 ഇൻറ്റു 2/1. അപ്പോൾ 1 + 1 ഇൻറ്റു 2, അതായത് 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. അപ്പോൾ ഇത് ഗുണിക്കുന്ന ഒന്ന് ചെയ്യണം. വോട്ട് മാസ് ചെയ്യണം. 1 + 2 2 ഇൻറ്റു 1 2. 1 + 2 3 വരും. ഓപ്ഷൻ ബി ആണ്. ഇനി ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ 64 81 9 24. 24 ഉത്തരം. കാരണം ബാക്കിയെല്ലാം വർഗമാണ്. 64 എത്രയാണ്? 8ന്റെ സ്ക്വയർ ആണ്. ഇവിടെ 9ന്റെ സ്ക്വയർ ആണ് 81. 3ന്റെ സ്ക്വയർ ആണ് 9. 24 മാത്രം ഒന്നിലെ വർഗമല്ല. അതുകൊണ്ട് 24 ഉത്തരം. ഒറ്റ വേർതിരിഞ്ഞ് നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം ഇതുപോലെയുള്ള വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2500 കൂടുതൽ വീഡിയോകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. LDC, ഡിഗ്രി പ്രിലിംസ്, OA, LGS, 10th പ്രിലിംസ്, +2 പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, പ്രിലിംസ്, ഇതെല്ലാം ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശ്രീമാത്സിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.